തമ്പുരാനെ, വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ആദിമുതൽ ഉണ്ടായിരുന്നതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും സൂക്ഷിച്ചു വീക്ഷിച്ചതും കൈകൊണ്ട് സ്പർശിച്ചതുമായ ജീവന്റെ വചനത്തെപ്പറ്റി ഞങ്ങൾ അറിയിക്കുന്നു. വിശുദ്ധ യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം 1-ാമത്തെ അധ്യായം 1-ാം തിരുവചനമാണ് നാം വായിച്ചു കേട്ടത്. തോബിത്തിന്റെ പുസ്തകം 5-ാം അധ്യായം. തോബിയാസിന്റെ സഹയാത്രികൻ. തോബിയാസ് പ്രതിവചിച്ചു, പിതാവേ, നീ കൽപ്പിച്ചതെല്ലാം ഞാൻ ചെയ്യാം. പക്ഷേ ഞാൻ അവനെ അറിയാത്ത സ്ഥിതിക്ക് എങ്ങനെ ആ പണം കിട്ടും? തോബിത്ത് മകന്റെ കയ്യിൽ രേഖ കൊടുത്തുകൊണ്ട് പറഞ്ഞു, നിന്നോടുകൂടെ പോരാൻ ഒരുവനെ കണ്ടുപിടിക്കുക. ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഞാൻ അവന് കൂലി കൊടുത്തുകൊള്ളാം. പോയി ആ പണം വാങ്ങി വരിക. തോബിയാസ് ഒരാളെ അന്വേഷിച്ചു. റഫായേലിനെ കണ്ടുമുട്ടി. അവനൊരു ദൈവദൂതനായിരുന്നു. എന്നാൽ തോബിയാസ് അത് മനസ്സിലാക്കിയില്ല. അവൻ ചോദിച്ചു, മേദിയായിലെ റാഗേസിലേക്ക് എന്നോടുകൂടെ പോരാമോ? ആ പ്രദേശം നിനക്ക് പരിചയമുണ്ടോ? ദൂതൻ മറുപടി നൽകി, ഞാൻ നിന്നോടുകൂടെ വരാം. എനിക്ക് വഴി നല്ല പരിചയമുണ്ട്. മാത്രമല്ല, നമ്മുടെ സഹോദരൻ ഗബായലിനോടൊന്നിച്ച് ഞാൻ താമസിച്ചിട്ടുമുണ്ട്. തോബിയാസ് പറഞ്ഞു, ഇവിടെ നിൽക്കൂ, ഞാൻ എൻ്റെ പിതാവിനോട് പറഞ്ഞിട്ട് വരാം. ദൂതൻ പറഞ്ഞു, പോകുക, താമസിക്കരുത്. തോബിയാസ് വീട്ടിലെത്തി പിതാവിനോട് പറഞ്ഞു, എന്നോടുകൂടെ വരാൻ ഞാൻ ഒരാളെ കണ്ടുപിടിച്ചു. തോബിത്ത് പറഞ്ഞു, അവനെ എൻ്റെ അടുത്തേക്ക് വിളിക്കൂ. അവൻ ഏതു ഗോത്രത്തിൽപ്പെട്ടവനാണെന്നും നിന്നോടുകൂടെ പോരാൻ വിശ്വാസയോഗ്യനാണോ എന്ന് ഞാൻ നോക്കട്ടെ. തോബിയാസ് റഫായേലിനെ വീട്ടിലേക്ക് ക്ഷണിച്ചു. അവൻ അകത്തു പ്രവേശിക്കുകയും അവർ പരസ്പരം അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയും ചെയ്തു. തോബിത്ത് ചോദിച്ചു, സഹോദര, നീ ഏതു ഗോത്രത്തിലും കുടുംബത്തിലും പെട്ടവനാണ് പറയുക. അവൻ പറഞ്ഞു, നീ ഗോത്രവും കുടുംബവുമാണോ അതോ നിന്റെ പുത്രനോടുകൂടെ പോകാൻ കൂലിക്ക് ഒരാളെയാണോ അന്വേഷിക്കുന്നത്? തോബിത്ത് പറഞ്ഞു, സഹോദര, നിന്റെ ആളുകൾ ആരെന്നും നിന്റെ പേരെന്തെന്നും അറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അവൻ പറഞ്ഞു, നിന്റെ ചാർച്ചക്കാരിൽപ്പെട്ട മഹാനായ അനനിയാസിന്റെ പുത്രൻ അസറിയാസാണ് ഞാൻ. തോബിത്ത് പറഞ്ഞു, സഹോദര, നിനക്ക് സ്വാഗതം. നിന്റെ ഗോത്രവും കുടുംബവും ആരാഞ്ഞതിൽ എന്നോട് കോപിക്കരുത്. നീ എൻ്റെ ചാർച്ചക്കാരനാണ്. ശ്രേഷ്ഠമായ പാരമ്പര്യവും നിനക്കുണ്ട്. ആരാധിക്കാനും അജഗണത്തിലെ കടിഞ്ഞൂലുകൾ, വിളവുകളുടെ ദശാംശം എന്നിവ അർപ്പിക്കാനും ജെറുസലേമിൽ ഒരുമിച്ച് പോയിക്കൊണ്ടിരുന്നപ്പോൾ മഹാനായ ഷെമയായുടെ പുത്രന്മാരായ അനനിയാസും യാഥാനുമായി ഞാൻ ഉറ്റബന്ധം പുലർത്തിയിരുന്നു. നമ്മുടെ ചാർച്ചക്കാരുടെ തെറ്റുകളിൽ അവർ ചരിച്ചില്ല. സഹോദര, നിനക്ക് ശ്രേഷ്ഠമായ പാരമ്പര്യമുണ്ട്. എന്തു വേതനമാണ് ഞാൻ തരേണ്ടതെന്ന് പറയുക. ദിനംപ്രതി ഓരോ ദ്രാക്മായും എൻ്റെ മകന് വരുന്നത്ര ചെലവും പോരെ? കൂടാതെ സസുഖം തിരിച്ചെത്തിയാൽ കൂടുതൽ തരികയും ചെയ്യാം. ഈ വ്യവസ്ഥകൾ അവർ സമ്മതിച്ചു. തുടർന്ന് തോബിത്ത് തോബിയാസിനോട് പറഞ്ഞു, ഒരുങ്ങിക്കൊള്ളൂ, നിങ്ങൾ ഇരുവർക്കും യാത്രാമംഗളങ്ങൾ. പുത്രൻ ഉടനെ യാത്രയ്ക്കാവശ്യമായ ഒരുക്കങ്ങൾ ചെയ്തു. പിതാവ് അവനോട് പറഞ്ഞു, ഇവനോട് കൂടെ പോയിക്കൊള്ളുക. ഉന്നതത്തിൽ വസിക്കുന്ന ദൈവം നിന്റെ മാർഗം ശുഭമാക്കും. അവിടുത്തെ ദൂതൻ നിന്നെ കാത്തുകൊള്ളും. അവർ ഉടനെ യാത്ര പുറപ്പെട്ടു. ആ യുവാവിൻ്റെ നായും അവരോടുകൂടെ ഉണ്ടായിരുന്നു. എന്നാൽ അവൻ്റെ അമ്മ അന്ന കരഞ്ഞുകൊണ്ട് തോബിത്തിനോട് പറഞ്ഞു, നമ്മുടെ കുഞ്ഞിനെ എന്തിനാണ് ഇങ്ങനെ ദൂരെ അയച്ചത്? നമുക്ക് അവൻ താങ്ങായിരുന്നില്ലേ? പണമല്ല പ്രധാനം, അത് നമ്മുടെ മകനേക്കാൾ വിലപ്പെട്ടതുമല്ല. കർത്താവ് തന്ന ജീവിത സൗകര്യങ്ങൾ കൊണ്ട് തൃപ്തിപ്പെട്ടുകൂടെ? തോബിത്ത് അവളോട് പറഞ്ഞു, സഹോദരി, നീ വിഷമിക്കരുത്. അവൻ സുരക്ഷിതനായി മടങ്ങിയെത്തുന്നത് നീ കാണും. കാരണം ഒരു നല്ല ദൂതൻ അവനോടൊത്തു പോകും. അവൻ്റെ യാത്ര മംഗളകരമായിരിക്കും. സുഖമായി അവൻ മടങ്ങുകയും ചെയ്യും. അവൾ കരച്ചിൽ നിർത്തി. തോബിത്തിന്റെ പുസ്തകം 6-ാം അധ്യായം. മത്സ്യം. അവർ യാത്ര ചെയ്തു വൈകുന്നേരം ടൈഗ്രീസ് നദിയുടെ തീരത്തെത്തി അവിടെ താമസിച്ചു. തോബിയാസ് കുളിക്കാൻ നദിയിലിറങ്ങി. അപ്പോൾ ഒരു മത്സ്യം മുകളിലേക്ക് ചാടി. അതവനെ വിഴുങ്ങിക്കളയുമായിരുന്നു. മത്സ്യത്തെ പിടിക്കൂ എന്ന് ദൂതൻ വിളിച്ചു പറഞ്ഞു.
അവൻ മത്സ്യത്തെ പിടിച്ചു കരയിലേക്കെറിഞ്ഞു. ദൂതൻ പറഞ്ഞു, അതിനെ വെട്ടിപ്പിളർന്ന് അതിൻ്റെ ചങ്കും കരളും കൈപ്പയും എടുത്ത് സൂക്ഷിക്കുക. അവൻ അങ്ങനെ ചെയ്തു. അനന്തരം അവർ ആ മത്സ്യം പൊരിച്ചു തിന്നു. അവർ യാത്ര തുടർന്ന് എഗ്ബത്താനയ്ക്ക് സമീപമെത്തി. തോബിയാസ് ദൂതനോട് ചോദിച്ചു, സഹോദരനായ അസറിയാസ്, മത്സ്യത്തിൻ്റെ ചങ്കും കരളും കൈപ്പയും എന്തിനാണ്? അവൻ പറഞ്ഞു, ഒരു പിശാചോ അശുദ്ധാത്മാവോ ഏതെങ്കിലും സ്ത്രീയോ പുരുഷനെയോ ഉപദ്രവിച്ചാൽ ഈ ചങ്കും കരളും പുകച്ചാൽ മതി, അവയുടെ ശല്യം പിന്നെ ഉണ്ടാവുകയില്ല. തിമിരം ബാധിച്ച കണ്ണിൽ കയ്പ പുരട്ടിയാൽ അത് മാറും. വിവാഹാലോചന. അവർ എഗ്ബത്താനയിലെത്താറായി. അപ്പോൾ ദൂതൻ തോബിയാസിനോട് പറഞ്ഞു, സഹോദര, ഇന്ന് നമുക്ക് റെഗുവേലിനോട് കൂടെ താമസിക്കാം. അവൻ നിന്റെ ബന്ധുവാണ്. അവനൊരു മകളേ ഉള്ളൂ, സാറ. നീ അവളെ വിവാഹം ചെയ്യണമെന്നാണ് എൻ്റെ അഭിപ്രായം. അവളുടെ സ്വത്തും നിനക്ക് അവകാശപ്പെട്ടതാണ്. അവൾക്ക് അർഹനായ ബന്ധു നീ മാത്രമാണ്. അവളാണെങ്കിൽ സുന്ദരിയും വിവേകവതിയുമാണ്. ഞാൻ പറയുന്നത് കേൾക്കുക. ഞാൻ അവളുടെ പിതാവിനോട് സംസാരിക്കാം. റാഗേസിൽ നിന്ന് തിരിച്ചെത്തിയാലുടൻ വിവാഹം ആഘോഷിക്കുകയും ചെയ്യാം. മോശയുടെ നിയമം അനുസരിച്ച് റഘുവേൽ നിനക്ക് മാത്രമേ അവളെ വിവാഹം ചെയ്തു തരാവൂ. അല്ലെങ്കിൽ അവൻ മരണശിക്ഷയ്ക്ക് അർഹനാകും. കാരണം മറ്റാരെയേക്കാൾ നിനക്കാണ് അവളുടെ മേൽ അവകാശം. അപ്പോൾ തോബിയാസ് ദൂതനോട് പറഞ്ഞു, സഹോദരൻ അസറിയാസ്, ആ പെൺകുട്ടി 7 പേരെ വിവാഹം ചെയ്തതാണെന്നും അവർ ഓരോരുത്തരും മണവറയിൽ വെച്ചു മരിച്ചെന്നും ഞാൻ കേട്ടിട്ടുണ്ട്. ഞാനാണെങ്കിൽ എൻ്റെ പിതാവിൻ്റെ ഏക മകനാണ്. മണവറയിൽ പ്രവേശിച്ചാൽ ഞാനും എൻ്റെ മുൻഗാമികളെപ്പോലെ മരിക്കുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. ഒരു പിശാച് അവളിൽ അനുരുക്തനാണ്. അവളെ സമീപിക്കുന്നവരെ മാത്രമേ അത് ഉപദ്രവിക്കാറുള്ളൂ. ഞാൻ മരിക്കുമെന്നും എൻ്റെ മരണം മാതാപിതാക്കളെ ദുഃഖത്തിൽ ആഴ്ത്തിക്കൊള്ളുമെന്നും ഞാൻ ഭയപ്പെടുന്നു. അവരെ സംസ്കരിക്കാൻ ഞാനല്ലാതെ മറ്റു സന്താനങ്ങളില്ല. ദൂതൻ പ്രതിവചിച്ചു, നിന്റെ ജനത്തിൻ്റെ ഇടയിൽ നിന്ന് തന്നെ ഭാര്യയെ സ്വീകരിക്കണമെന്ന് നിന്റെ പിതാവ് ആജ്ഞാപിച്ചിട്ടുള്ളത് നീ ഓർക്കുന്നില്ലേ? സഹോദര, ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുക. ഇന്ന് രാത്രി തന്നെ അവളെ നിനക്ക് വിവാഹം ചെയ്തു തരും. പിശാചിനെപ്പറ്റി നീ പേടിക്കേണ്ട. നീ മണവറയിൽ പ്രവേശിക്കുമ്പോൾ പാത്രത്തിലെ കനലിൽ മത്സ്യത്തിൻ്റെ ചങ്കും കരളും ഇട്ട് പുകയ്ക്കുക. അതിൻ്റെ മണമേറ്റാലുടൻ പിശാച് ഓടിയകലും. പിന്നീട് ഒരിക്കലും വരികയില്ല. നീ അവളെ സമീപിക്കുമ്പോൾ നിങ്ങൾ ഇരുവരും എഴുന്നേറ്റ് നിന്ന് കാരുണ്യവനായ ദൈവത്തെ വിളിച്ചപേക്ഷിക്കണം. അവിടുന്ന് നിങ്ങളെ രക്ഷിക്കുകയും നിങ്ങളോട് കരുണ കാണുകയും ചെയ്യും. നീ പേടിക്കേണ്ട. അനാദി മുതലേ അവൾ നിനക്കായി നിശ്ചയിക്കപ്പെട്ടവളാണ്. നീ അവളെ രക്ഷിക്കും. അവൾ നിന്നോടുകൂടെ വരികയും ചെയ്യും. നിനക്ക് അവളിൽ സന്തതികൾ ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. തോബിയാസ് ഇത് കേട്ട് അവളിൽ അനുരുക്തനായി തീവ്രാഭിലാഷം പൂണ്ടു. തോബിത്തിൻ്റെ പുസ്തകം 7-ാം അധ്യായം. തോബിയാസിൻ്റെ വിവാഹം. അവർ എഗ്ബത്താനായി റഘുവേലിൻ്റെ ഭവനത്തിലെത്തി. സാറ അവരെ കണ്ട് അഭിവാദനം ചെയ്തു. അവർ പ്രത്യഭിവാദനം ചെയ്തു. അവൾ അവരെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. റഘുവേൽ ഭാര്യ എത്നായോട് പറഞ്ഞു, ഈ യുവാവിന് എൻ്റെ പിതൃവ്യപുത്രൻ തോബിത്തിൻ്റെ നല്ല ഛായ. റഘുവേൽ അവരോട് ചോദിച്ചു, സഹോദരന്മാരെ, നിങ്ങൾ എവിടെ നിന്ന് വരുന്നു? അവർ പറഞ്ഞു, നിനവേയിൽ പ്രവാസികളായ നഫ്താലി വംശജരാണ് ഞങ്ങൾ. ഉടനെ അവർ ആരാഞ്ഞു, ഞങ്ങളുടെ സഹോദരൻ തോബിത്തിനെ നിങ്ങൾ അറിയുമോ? അറിയുമെന്ന് അവർ പറഞ്ഞു. അവൻ ചോദിച്ചു, അവന് സുഖമല്ലേ? അവർ പറഞ്ഞു, അവൻ സുഖമായിരിക്കുന്നു. തോബിയാസ് തുടർന്നു, അവൻ എൻ്റെ പിതാവാണ്. റഘുവേൽ ചാടി എഴുന്നേറ്റ് അവനെ ആലിംഗനം ചെയ്തു. സന്തോഷാശ്രുക്കൾ പൊഴിച്ചു. ഉത്തമനും കുലീനനുമായ തോബിത്തിൻ്റെ പുത്രൻ എന്ന് പറഞ്ഞ് റഘുവേൽ തോബിയാസിനെ അനുഗ്രഹിച്ചു. തോബിത്തിന് കാഴ്ച നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് കേട്ട് അവൻ ഹൃദയം നൊന്ത് കരഞ്ഞു. ഭാര്യ എത്നായും പുത്രി സാറായും ഒപ്പം കരഞ്ഞു. അവർ അതീവ സ്നേഹത്തോടെ അവരെ സ്വീകരിച്ചു. ആട്ടിൻ പറ്റത്ത് നിന്ന് ഒരു മുട്ടാടിനെ കൊന്ന് വിഭവസമൃദ്ധമായ ഭക്ഷണമുണ്ടാക്കി അവരെ സൽക്കരിച്ചു. അനന്തരം തോബിയാസ് റഫായേലിനോട് പറഞ്ഞു, സഹോദരൻ അസറിയാസ്, യാത്രയിൽ നമ്മൾ സംസാരിച്ച കാര്യങ്ങൾ പറഞ്ഞു തീരുമാനിക്കുക. ദൂതൻ അക്കാര്യം റഘുവേലിനെ അറിയിച്ചു. റഘുവേൽ തോബിയാസിനോട് പറഞ്ഞു, തിന്നും കുടിച്ചും ഉല്ലസിക്കുക. എൻ്റെ മകളെ പരിഗ്രഹിക്കുന്നത് നിന്റെ അവകാശമാണ്. എന്നാൽ ഒരു കാര്യം എനിക്ക് നിന്നോട് തുറന്നു പറയാനുണ്ട്. എൻ്റെ പുത്രിയെ ഞാൻ 7 ഭർത്താക്കന്മാർക്ക് നൽകിയതാണ്. എന്നാൽ ഓരോരുത്തരും അവളെ സമീപിച്ച രാത്രിയിൽ തന്നെ മൃതിയടഞ്ഞു.
എന്നാൽ ഇപ്പോൾ നീ ആഹ്ലാദിക്കുക. തോബിയാസ് പ്രതിവചിച്ചു, നീ ഇക്കാര്യത്തിൽ ഉറപ്പു തരാതെ ഞാനൊന്നും ഭക്ഷിക്കുകയില്ല. റഗുവേൽ പറഞ്ഞു, ഇപ്പോൾ തന്നെ നിയമപ്രകാരം അവളെ സ്വീകരിച്ചു കൊള്ളുക. നീ അവളുടെ ബന്ധുവാണ്, അവൾ നിനക്ക് സ്വന്തവും. കാരുണ്യവാനായ ദൈവം നിങ്ങൾക്ക് ഇരുവർക്കും ശുഭം വരുത്തട്ടെ. അവൻ പുത്രി സാറായെ കൈക്ക് പിടിച്ച് തോബിയാസിന് ഭാര്യയായി നൽകിക്കൊണ്ട് പറഞ്ഞു, ഇതാ ഇവളെ മോശയുടെ നിയമം അനുസരിച്ച് സ്വീകരിച്ചു കൊള്ളുക. നിന്റെ പിതാവിൻ്റെ അടുത്തേക്ക് അവളെ കൊണ്ടുപോവുക. അവൻ അവരെ അനുഗ്രഹിച്ചു. അവൻ ഭാര്യ യത്നായെ വിളിച്ചു ഒരു ചുരുൾ എടുത്ത് അതിൽ വിവാഹ വാഗ്ദാനം എഴുതി. അവർ അതിൽ തങ്ങളുടെ മുദ്രയും വെച്ചു. അനന്തരം അവർ ഭക്ഷണം കഴിച്ച് റഗുവേൽ തൻ്റെ ഭാര്യ യത്നായെ വിളിച്ചു പറഞ്ഞു, അടുത്ത മുറി ഒരുക്കി അവളെ അങ്ങോട്ട് നയിക്കുക. അവൾ അങ്ങനെ ചെയ്തു. സാറായെ അങ്ങോട്ട് നയിച്ചു. സാറ കരയാൻ തുടങ്ങി. അപ്പോൾ അമ്മ അവളെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, കുഞ്ഞെ, ധൈര്യമായിരിക്കുക. സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും കർത്താവ് നിന്റെ ദുഃഖമകറ്റി സന്തോഷമേകും. ധൈര്യം അവലംബിക്കൂ. തോബിത്തിൻ്റെ പുസ്തകം 8-ാം അധ്യായം. വിവാഹരാത്രി. ഭക്ഷണത്തിനു ശേഷം തോബിയാസിനെ അവർ സാറായുടെ അടുത്തേക്ക് നയിച്ചു. അവൻ റഫായേലിൻ്റെ വാക്കുകൾ അനുസരിച്ച് ധൂപകലശത്തിലെ തീക്കനലിൽ മത്സ്യത്തിൻ്റെ ചങ്കും കരളും ഇട്ട് പുകച്ചു. മണമേറ്റപ്പോൾ പിശാച് ഈജിപ്തിൻ്റെ അങ്ങേയറ്റത്തേക്ക് പലായനം ചെയ്തു. ദൂതൻ അവനെ ബന്ധിച്ചു. മണവറയിൽ അവർ തനിച്ചായപ്പോൾ തോബിയാസ് എഴുന്നേറ്റ് സാറായോട് പറഞ്ഞു, നമുക്ക് എഴുന്നേറ്റ് കർത്താവിൻ്റെ കാരുണ്യത്തിനായി പ്രാർത്ഥിക്കാം. തോബിയാസ് ഇങ്ങനെ പ്രാർത്ഥിച്ചു, ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമേ, അവിടുന്ന് വാഴ്ത്തപ്പെടട്ടെ. അവിടുത്തെ വിശുദ്ധവും മഹനീയവുമായ നാമം എന്നും വാഴ്ത്തപ്പെടട്ടെ. ആകാശവും അങ്ങയുടെ സകല സൃഷ്ടികളും അങ്ങയെ വാഴ്ത്തട്ടെ. അവിടുന്ന് ആദത്തെ സൃഷ്ടിച്ചു. അവന് തുണയും താങ്ങുമായി ഹവ്വായെ ഭാര്യയായി നൽകി. അവരിൽ നിന്ന് മാനവവംശം ഉത്ഭവിച്ചു. അവിടുന്ന് പറഞ്ഞു, മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല. അവനു വേണ്ടി അവനെപ്പോലുള്ള ഒരു തുണയെ നമുക്ക് സൃഷ്ടിക്കാം. കർത്താവെ, ഞാൻ ഇവളെ സ്വീകരിക്കുന്നത് ജഡികമായ അഭിലാഷത്താലല്ല, നിഷ്കളങ്കമായ പ്രേമത്താലാണ്. അങ്ങയുടെ കാരുണ്യം എനിക്ക് ഉണ്ടാകണമേ. ഇവളോടൊത്ത് വാർദ്ധക്യത്തിലെത്തുന്നതിന് അവിടുന്ന് അനുഗ്രഹിച്ചാലും. അവൾ ആമേൻ എന്ന് ഏറ്റുപറഞ്ഞു. അവർ ഇരുവരും ഉറങ്ങാൻ കിടന്നു. എന്നാൽ അവനും മരിക്കുമെന്ന് വിചാരിച്ച് റഗുവേൽ എഴുന്നേറ്റുപോയി ഒരു ശവക്കുഴിയുണ്ടാക്കി. അതിനുശേഷം അവൻ വീട്ടിൽ വന്നു ഭാര്യ യത്നായോട് പറഞ്ഞു, ദാസികളിൽ ഒരാളെ അയച്ചു അവൻ ജീവിച്ചിരിക്കുന്നുവോ എന്ന് അന്വേഷിക്കുക. മരിച്ചെങ്കിൽ ആരും അറിയാതെ നമുക്കവനെ സംസ്കരിക്കാം. ദാസി ചെന്ന് നോക്കിയപ്പോൾ രണ്ടുപേരും സുഖമായി ഉറങ്ങുന്നത് കണ്ട് അവൾ തിരികെ വന്ന് അവൻ ജീവിച്ചിരിക്കുന്നുവെന്ന് അറിയിച്ചു. അപ്പോൾ റഗുവേൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞു, ദൈവമേ, നിർമ്മലവും പരിശുദ്ധവുമായ സ്തുതികളാൽ അവിടുന്ന് വാഴ്ത്തപ്പെടട്ടെ. അവിടുത്തെ വിശുദ്ധരും സകല സൃഷ്ടികളും അവിടുത്തെ വാഴ്ത്തട്ടെ. അവിടുത്തെ ദൂതന്മാരും അവിടുത്തെ തിരഞ്ഞെടുക്കപ്പെട്ട ജനവും അങ്ങേ എന്നേക്കും വാഴ്ത്തട്ടെ. അവിടുന്ന് വാഴ്ത്തപ്പെട്ടവൻ. എന്തെന്നാൽ അവിടുന്ന് എനിക്ക് സന്തോഷമേകി. ഞാൻ ശങ്കിച്ചതുപോലെ എനിക്ക് സംഭവിച്ചില്ല. അവിടുത്തെ അനന്തകാരുണ്യത്തിന് അനുസൃതമായി അവിടുന്ന് ഞങ്ങളോട് വർത്തിച്ചു. അവിടുന്ന് വാഴ്ത്തപ്പെട്ടവൻ. ഏകസന്താനങ്ങളായ ആ രണ്ടുപേരിലും അവിടുന്ന് കരുണ വർഷിച്ചിരിക്കുന്നു. കർത്താവെ, അവരിൽ കനിയണമേ. ആരോഗ്യവും സന്തോഷവും കൃപയും നൽകി അവരുടെ ജീവിതത്തെ ധന്യമാക്കണമേ. അനന്തരം അവൻ ശവക്കുഴി മൂടിക്കളയാൻ ഭൃത്യന്മാരോട് ആജ്ഞാപിച്ചു. 14 ദിവസം നീണ്ടുനിന്ന വിവാഹ വിരുന്ന് അവൻ നടത്തി. വിരുന്ന് ദിവസങ്ങൾ കഴിയുന്നതിന് മുൻപ് വിവാഹ വിരുന്നിൻ്റെ 14 ദിവസവും പൂർത്തിയാകാതെ അവിടം വിട്ടു പോകരുതെന്ന് റഗുവേൽ തോബിയാസിനോട് നിർബന്ധമായി പറഞ്ഞു. അത് കഴിഞ്ഞ് തൻ്റെ സ്വത്തിൻ്റെ പകുതിയും കൊണ്ട് പിതാവിൻ്റെ അടുത്തേക്ക് മടങ്ങാമെന്നും തൻ്റെയും ഭാര്യയുടെ മരണത്തിന് ശേഷം മറ്റേ പകുതിയും അവന് ലഭിക്കുമെന്നും റഗുവേൽ പറഞ്ഞു. തോബിത്തിൻ്റെ പുസ്തകം 9-ാം അധ്യായം. പണം വാങ്ങുന്നു. തോബിയാസ് റഫായേലിനെ വിളിച്ചു പറഞ്ഞു, സഹോദരൻ അസറിയാസ്, ഒരു ഭൃത്യനെയും 2 ഒട്ടകങ്ങളെയും കൂട്ടി മേദിയായിലെ റാഗേസിൽ ഗബായലിൻ്റെ അടുത്ത് ചെന്ന് പണം വാങ്ങുക. അവനെയും വിവാഹ വിരുന്നിലേക്ക് കൂട്ടിക്കൊണ്ടുവരിക. ഞാൻ ഇവിടം വിട്ടു പോകരുതെന്ന് റഗുവേൽ നിർബന്ധിക്കുന്നു. എന്നാൽ എൻ്റെ പിതാവ് ദിവസങ്ങൾ എണ്ണിക്കഴിയുകയാണ്. തിരിച്ചെത്താൻ വൈകിയാൽ അവൻ വിഷമിക്കും. റഫായേൽ യാത്ര ചെയ്ത് ഗബായലിൻ്റെ അടുത്തെത്തി. ഒരു രാത്രി അവനോടുകൂടെ ചെലവഴിച്ചു. ഗബായേലിന് അവൻ രേഖ കൊടുത്തു. ഗബായേൽ മുദ്ര പൊട്ടിക്കാത്ത പണസഞ്ചി എടുത്തുകൊണ്ടുവന്ന് ഏൽപ്പിച്ചു. അവർ രണ്ടുപേരും അതിരാവിലെ എഴുന്നേറ്റ് വിവാഹ വിരുന്നിന് വന്നു.
ഗബായേൽ തോബിയാസിനും ഭാര്യയ്ക്കും അനുഗ്രഹാശംസകൾ നേർന്നു. തോബിത്തിന്റെ പുസ്തകം 10-ാം അധ്യായം. തോബിത്തും അന്നയും കാത്തിരിക്കുന്നു. പിതാവായ തോബിത്ത് ദിവസമെണ്ണി കഴിയുകയായിരുന്നു. തിരിച്ചെത്തേണ്ട ദിവസം കഴിഞ്ഞിട്ടും അവരെ കാണാത്തതിനാൽ അവൻ പറഞ്ഞു, അവർ അവനെ താമസിപ്പിക്കുകയാണോ അതോ ഗബായേൽ മരിച്ചു പോവുകയും പണം നൽകാൻ ആരുമില്ലെന്ന് വരികയും ചെയ്തിരിക്കുമോ? അവൻ അതീവ ദുഃഖിതനായി. അവൻ്റെ ഭാര്യ പറഞ്ഞു, കുട്ടിക്ക് അപകടം സംഭവിച്ചു, കാലതാമസം അത് തെളിയിക്കുന്നു. അവൾ വിലപിച്ചുകൊണ്ട് പറഞ്ഞു, കുഞ്ഞെ, എൻ്റെ കണ്ണുകളുടെ വെളിച്ചമായ നിന്നെ പോകാൻ അനുവദിച്ചത് കഷ്ടമായിപ്പോയി. തോബിത്ത് അവളോട് പറഞ്ഞു, വിഷമിക്കാതിരിക്കൂ, അവന് ഒന്നും സംഭവിച്ചിട്ടില്ല. അവൾ പറഞ്ഞു, മിണ്ടാതിരിക്കൂ, എന്നെ കബളിപ്പിക്കാൻ നോക്കേണ്ട, എൻ്റെ കുഞ്ഞിന് നാശം സംഭവിച്ചത് തന്നെ. എല്ലാ ദിവസവും അവർ പോയ വഴിയിലേക്ക് ചെല്ലും, പകൽ ഒന്നും ഭക്ഷിക്കുകയില്ല, രാത്രി മുഴുവൻ മകൻ തോബിയാസിനെ ഓർത്ത് വിലപിക്കും. തോബിയാസിൻ്റെ മടക്കയാത്ര. വിവാഹ വിരുന്നിൻ്റെ 14-ാം ദിവസവും ഈ സ്ഥിതി തുടർന്നു. ഇത്രയും ദിവസങ്ങൾ അവിടെ തന്നോടൊന്നിച്ച് താമസിക്കണമെന്ന് റെഗുവേൽ നിർബന്ധിച്ചിരുന്നു. തോബിയാസ് റെഗുവേലിനോട് പറഞ്ഞു, എന്നെ തിരിച്ചയക്കുക, എൻ്റെ മാതാപിതാക്കന്മാർക്ക് എന്നെ കാണാമെന്നുള്ള ആശ പോലും മറ്റിരിക്കണം. എന്നാൽ റെഗുവേൽ പറഞ്ഞു, നീ എന്നോടുകൂടെ താമസിക്കൂ, ഞാൻ ദൂതന്മാരെ അയച്ച് നിന്റെ പിതാവിനെ വിവരമറിയിക്കാം. അതുപോരാ, എന്നെ തിരിച്ചയക്കണം, തോബിയാസ് പറഞ്ഞു. റെഗുവേൽ തോബിയാസിന് ഭാര്യയായ സാറായെയും സ്വത്തിൽ അടിമകളെയും കന്നുകാലികളുടെയും പണത്തിൻ്റെയും പകുതിയും നൽകി. അവരെ അനുഗ്രഹിച്ച് യാത്രയാക്കിക്കൊണ്ട് അവൻ പറഞ്ഞു, മക്കളെ, എൻ്റെ മരണത്തിന് മുൻപ് തന്നെ സ്വർഗസ്ഥനായ ദൈവം നിങ്ങൾക്ക് ഐശ്വര്യമേകും. അവൻ പുത്രിയോട് പറഞ്ഞു, നിന്റെ ഭർത്താവിൻ്റെ മാതാപിതാക്കന്മാരെ ബഹുമാനിക്കുക, അവരാണ് ഇനിമേൽ നിനക്ക് മാതാപിതാക്കൾ. നിന്നെപ്പറ്റി നല്ലത് മാത്രം കേൾക്കാൻ എനിക്ക് ഇടവരട്ടെ. അവൻ അവളെ ചുംബിച്ചു. യത്ന തോബിയാസിനോട് പറഞ്ഞു, സഹോദര, സ്വർഗസ്ഥനായ കർത്താവ് നിന്നെ സുരക്ഷിതനായി തിരിച്ചെത്തിക്കുകയും നിനക്ക് എൻ്റെ മകൾ സാറായിൽ ജനിക്കുന്ന കുട്ടികളെ കണ്ട് കർത്താവിൻ്റെ സന്നിധിയിൽ ആനന്ദിക്കാൻ എനിക്ക് ഇടവരികയും ചെയ്യട്ടെ. ഇതാ, ഞാൻ എൻ്റെ പുത്രിയെ നിന്നെ ഫരമേൽപ്പിക്കുന്നു, അവളെ ദുഃഖിപ്പിക്കരുത്. നമ്മുടെ ദൈവമായ കർത്താവിന് സ്തുതിയും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ, ദുഷ്ടാരൂപി നീ ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.